Hello students, today we are going to discuss about rate law and order of a reaction. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ ആയിരുന്നു നമ്മുടെ എന്ത് കോൺസെൻട്രേഷൻ, ഹൗ കോൺസെൻട്രേഷൻ അഫക്ട്സ് ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ. സോ നമ്മളൊരു കെമിക്കൽ റിയാക്ഷൻ എടുക്കുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻ എ കെമിക്കൽ റിയാക്ഷൻ the reactant എന്താണ് the reactant changes to product, and with the passage of time what happens, the concentration of the reactant decreases and that of the product എന്താണ് increases. നമുക്ക് graphically എങ്ങനെ represent ചെയ്യാം? Graphically we can represent it as concentration versus what time, with the passage of time. So with the passage of time the concentration of the reactant decreases, and what happens to the concentration of product? The concentration of product increases with the passage of time. So in this video we are going to discuss about what do you mean by rate law. So we can say that what is this rate law? Rate law actually explains the dependence of rate of a reaction. എന്താണ് റേറ്റ് ലോ? നമുക്ക് പറയാം റേറ്റ് ലോ ആക്ച്വലി എക്സ്പ്ലെയിൻസ് ദ ഡിപ്പെൻഡൻസ് ഓഫ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഓൺ എന്തിൻ്റെ മുകളിലായിരിക്കും? ഓൺ കോൺസെൻട്രേഷൻ ഓഫ് സ്പീഷീസ് ഇൻ എ റിയാക്ഷൻ. കോൺസെൻട്രേഷൻ ഓഫ് സ്പീഷീസ് ഇൻ എ റിയാക്ഷൻ. ഇനി എന്താണ് കോൺസെൻട്രേഷൻ ഓഫ് സ്പീഷീസ് എന്ന് പറയുമ്പോൾ? നമ്മുടെ റിയാക്റ്റൻസും നമ്മുടെ പ്രൊഡക്ട്സും. സോ റേറ്റ് ലോ എന്തിൻ്റെ മുകളിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? അത് എന്തിൻ്റെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? എക്സ്പ്ലെയിൻസ് ദ ഡിപ്പെൻഡൻസ് ഓഫ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ. റേറ്റ് ഓഫ് എ റിയാക്ഷൻ നമ്മൾ എങ്ങനെയായിരുന്നു റെപ്രസെൻറ്റ് ചെയ്യേണ്ടായിരുന്നത്? ROR അല്ലേ, റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഓൺ ദ കോൺസെൻട്രേഷൻ ഓഫ് ദ സ്പീഷീസ് ഇൻ എ റിയാക്ഷൻ. ഇനി ഇതിൽ ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ് ആണ്, ദിസ് റേറ്റ് ലോ ആക്ച്വലി ഇറ്റ് ഈസ് എ മെത്തേഡ് വിച്ച് ഈസ് what type method? It is an experimental method. It is an experimental method. So based on the experimental facts we are deciding the rate law of an equation. For example, we are taking a reaction, let it be 2A plus B giving products. ഇതാണ് നമ്മുടെ റിയാക്ഷൻ. 2A plus B giving product. ഇനി ഇവിടെ നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ എടുക്കാം. നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് എ നമ്മൾ ഡബിൾ ആക്കി കഴിഞ്ഞാൽ, എയുടെ കോൺസെൻട്രേഷൻ ഡബിൾ ആക്കി കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് ടു ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ? റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഓൾസോ ബിക്കംസ് ഡബിൾ. അപ്പോൾ എയുടെ കോൺസെൻട്രേഷൻ ഡബിൾ ആക്കുമ്പോൾ ബി എന്താണ്? ബിയുടെ കോൺസെൻട്രേഷനിൽ യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. ഇറ്റ് ഈസ് കെപ്റ്റ് എസ് കോൺസ്റ്റന്റ്. അപ്പോൾ എയുടെ കോൺസെൻട്രേഷൻ ഡബിൾ ആക്കി കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ദ റിയാക്ഷനും എന്തായി? ഡബിളായി. സോ വി ക്യാൻ സേ ദാറ്റ് the rate of the reaction, ഇവിടെ ആറായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ കോൺസെൻട്രേഷൻ ഓഫ് എ അല്ലേ. ഇത് ഡബിൾ ആക്കുമ്പോൾ റേറ്റ് ഓഫ് ദ റിയാക്ഷനും എന്താവണം? ഡബിൾ തന്നെ ആവുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ കോൺസെൻട്രേഷൻ ഓഫ് എ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? വി ക്യാൻ പുട്ട് ഹിയർ ആസ് സബ്സ്ക്രിപ്റ്റ് ആയിട്ട് 1 ഇടാം. ഇനി സെക്കൻഡ് കേസ് നോക്കുക. നമ്മൾ ബിയുടെ കോൺസെൻട്രേഷനിലാണ് മാറ്റം വരുത്തിയത്. We have made the concentration of B as double. B യുടെ concentration double ആക്കുമ്പോൾ experimentally we have found out that the concentration of B when double, the rate of the reaction becomes 4 times. ഇത് ഓർത്ത് വയ്ക്കുക, അത് എക്സ്പെരിമെൻ്റൽ ഫാക്ട്സ് ആണ് കേട്ടോ. എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഈ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഇതിൽ പറയുന്നത്. എയുടെ കോൺസെൻട്രേഷൻ ഡബിൾ ആക്കിയ റേറ്റ് ബിക്കംസ് ഡബിൾ, ബിയുടെ കോൺസെൻട്രേഷൻ ഡബിൾ ആക്കിയ റേറ്റ് ബിക്കംസ് 4 times. സോ വി ക്യാൻ സേ ദാറ്റ് റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ബി എന്തായിരിക്കും? ഡബിൾ ആവണം. സോ ഇറ്റ് ബിക്കംസ് ഡബിൾ സ്ക്വയർ. ഓർ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഈസ് ഈക്വൽ ടു K A1 B2. So this expression, that is the rate of the reaction, equal to എന്താണ്? K A1 B square is known as what? It is known as the rate law. ഇങ്ങനെ എഴുതണം റേറ്റ് ഓഫ് ദ റിയാക്ഷൻ്റെ എക്സ്പ്രഷൻ വിച്ച് ഷോസ് ദ എക്സ്പെരിമെൻ്റൽ ഫാക്ട്സ് ഓൺ വിച്ച് ദ കോൺസെൻട്രേഷൻ ഓഫ് സ്പീഷീസ് ഡിപ്പെൻഡ് ഈസ് നോൺ ആസ് എന്താണ്? റേറ്റ് ലോ. ആൻഡ് വാട്ട് ഈസ് ദിസ് K? This K is the rate constant.
K represents the rate constant. So let us see how we got this rate law. എങ്ങനെയാണ് നമുക്ക് rate of the reaction ഈ രീതിയിൽ rate law പ്രകാരം എഴുതാൻ പറ്റിയതെന്ന് let's see. The effect of the concentration of reaction on the reaction rate was given by law of mass action. This law of mass action was proposed by scientists Guldberg and Weg. So according to this law of mass action, it is actually a what? It is a theoretical concept. ഇത് ഓർത്ത് വെക്കണം. law of mass action എന്താണ്? It is a theoretical concept. എന്താണ് theoretical concept എന്ന് പറയുമ്പോൾ it depends upon the stoichiometric coefficient taken. Stoichiometric coefficients taken. For example, നമ്മളൊരു reaction എഴുതുകയാണ്. The reaction can be represented as A plus 2B. A plus 2B gives C. So according to the law of mass action, it was a theoretical concept and the rate of the reaction was given as directly proportional to the concentration of A and B. ഇത് നമുക്കറിയാം. ഇവിടെ എന്തായിരുന്നു നോക്കണ്ടായിരുന്നേ? സ്റ്റോഷിയോമെട്രിക് കോഫിഷ്യന്റ്. ഇവിടെ നോക്കുക, എയുടെ അവിടെ എന്താണ്? 1 ആണ്, ബിയുടെ അവിടെ എന്താണ്? 2 ആണ്. സോ according to the law of mass action, it was represented like this. പക്ഷേ ലോ ഓഫ് മാസ് ആക്ഷൻ്റെ ഒരു ഡ്രോബാക്കിന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ലോ ഓഫ് മാസ് ആക്ഷൻ നമ്മൾ പിന്നെ ആക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ കാരണം ഈ സ്റ്റോഷിയോമെട്രിക് കോഫിഷ്യൻ്റ് എടുത്തിട്ട് റേറ്റ് ലോ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത് വാസ് സക്സസ്ഫുൾ ഓൺലി ഫോർ എന്താണ്? ഫ്യൂ റിയാക്ഷൻസ്. എല്ലാ റിയാക്ഷൻസിൻ്റെ കേസിലും ലോ ഓഫ് മാസ് ആക്ഷൻ്റെ മുകളിൽ ബേസ് ചെയ്തിട്ട് സ്റ്റോഷിയോമെട്രിക് കോഫിഷ്യൻ്റ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. ഇറ്റ് വാസ് എക്സ്പ്ലെയിൻഡ് ഓൺലി ഇൻ ദ കേസ് ഓഫ് ഫ്യൂ റിയാക്ഷൻ. ഫ്യൂ റിയാക്ഷൻ പറയുമ്പോൾ എങ്ങനത്തെ റിയാക്ഷൻസിൻ്റെ കേസിലായിരുന്നു? ജനറലി എലിമെൻ്ററി റിയാക്ഷൻസിൻ്റെ കേസിലായിരുന്നു ഇറ്റ് വാസ് ഓൺലി എക്സ്പ്ലെയിൻ. ഇനി എന്താണ് എലിമെൻ്ററി റിയാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദ റിയാക്ഷൻസ് വിച്ച് ടേക്സ് പ്ലേസ് ഓൺലി ഇൻ എ സിംഗിൾ സ്റ്റെപ്പ് are known as elementary reaction. For example, 2HI gives H2 plus I2. അപ്പോൾ സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻസിൻ്റെ കേസിൽ മാത്രം ആണ് ഏത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നേ? ലോ ഓഫ് മാസ് ആക്ഷൻ. ഓർത്ത് വെക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, ലോ ഓഫ് മാസ് ആക്ഷൻ വാസ് ബേസ്ഡ് ഓൺ എന്ത് കോൺസെപ്റ്റ് ആണ്? ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ ദ തിയററ്റിക്കൽ കോൺസെപ്റ്റ്. സോ ഇറ്റ് വാസ് നോട്ട് ആപ്ലിക്കബിൾ ഇൻ എന്താണ്? ഇൻ മെനി ഓഫ് ദ റിയാക്ഷൻസ്. സോ വി ക്യാൻ സേ ദാറ്റ് in the case of a general reaction, if we are representing a general reaction as AA plus BB gives our product. So, according to the rate law, the rate of the reaction can be represented as K A raised to X B raised to Y. What is that? A rate equal to K A raised to X plus B raised to Y. Let us see what is that. Here A, നമുക്കറിയാം A പറയുന്നത് എന്താണ്? Concentration of reactant A. B എന്താണ്? It is the concentration of B. Now what is this X here? X is the order of the reaction. X എന്തിനോടാണ് order of the reaction? It is order of the reaction with respect to A, and Y is the order of the reaction with respect to edana? With respect to B. So the X plus Y represents the total, or we can say that overall order of the reaction. Or it can be also, this X plus Y can be also represented as endana? N, where N is what? N is the order of the reaction. N is the order of the reaction. So from this we can say that rate law depends upon what? It depends upon only on the
experimental facts. Rate law എന്തിൻ്റെ മുകളിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഓൺലി അപ്പോൺ ദ എക്സ്പെരിമെൻ്റൽ ഫാക്ട്. അപ്പം നമ്മളിവിടെ എഴുതി റേറ്റ് ലോ ഈ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഇതിൻ്റെ എക്സ് പ്ലസ് വൈ വിച്ച് ഈസ് നോട്ട് ദ സ്റ്റോഷ്യോമെട്രിക് കോഫിഷ്യൻ്റ്. ഓർത്ത് വെക്കണം, ഇവിടെ സ്റ്റോഷ്യോമെട്രിക് കോഫിഷ്യൻ്റ് എന്താണ്? എയും ബിയും ആണ്. അത് ഏത് ലോയിലാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്? ലോ ഓഫ് മാസ് ആക്ഷനിലായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഹിയർ x and y represents the order of the reaction, or x plus y represent എന്താണ്? ടോട്ടൽ ഇല്ലെങ്കിൽ എന്ത് പറയാം? ഓവറോൾ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ. നമ്മൾ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ പറയുന്നു. ലെറ്റ് us see what do you mean by this order of the reaction. അപ്പോൾ we can say that order of the reaction. So let us see what does it mean by order of the reaction. So when we say about order of the reaction, ഏറ്റവും ആദ്യം ഓർത്ത് വെക്കേണ്ട കാര്യം എന്താണ്? ഓർഡർ ഓഫ് ദ റിയാക്ഷൻ ഇറ്റ് ഈസ് ഓൾവേസ് എങ്ങനെയാണ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുക? ഇറ്റ് ഈസ് ഓൾവേസ് ഡിറ്റർമൈൻഡ്. ഹൗ? ഇറ്റ് ഈസ് ഓൾവേസ് ഡിറ്റർമൈൻഡ് experimentally. How order of a reaction is determined? This one is important. Order of a reaction is always determined. How? It is determined experimentally. The next point that we can say about the order of a reaction is order of a reaction can be what? It can be 0, it can be positive, it can be negative, or it can be also എന്താണ്? ഫ്രാക്ഷണൽ. ഓർഡർ ഓഫ് എ റിയാക്ഷൻ 0 ആവാം, പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, ഫ്രാക്ഷണൽ ആവാം. അപ്പോൾ ഒരു റിയാക്ഷൻ ജസ്റ്റ് ബൈ ഒബ്സർവിങ് ഇറ്റ് വി കനോട്ട് സേ ദ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ. ഇപ്പോൾ എ ഗിവിങ് പ്രൊഡക്റ്റ് ആണ്, ബി പ്രൊഡക്റ്റ് ആണ് തന്നിരിക്കുന്നത് വെച്ചാൽ ഇത് നോക്കിങ് കൊണ്ട് മാത്രം നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? ജസ്റ്റ് ബൈ ഒബ്സർവിങ് വി കനോട്ട് സേ ദ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ. How it is determined? It is determined experimentally. For example, our reaction is given as A as B. So what is the rate of the reaction? Rate law പ്രകാരം എങ്ങനെ നമുക്ക് റേറ്റ് എഴുതാം? Rate can be written as K A raised to N. അല്ലേ, ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് നമ്മൾ എടുത്തു. എന്താണ്? A raised to N. So in this case, let us consider our first case. നമുക്ക് തന്നിരിക്കുന്നത് അല്ലെങ്കിൽ we have got the observation experimentally that if the concentration is doubled, കോൺസെൻട്രേഷൻ ഡബിൾ ചെയ്ത് കഴിഞ്ഞാലും എന്തിൽ യാതൊരു മാറ്റം സംഭവിക്കുന്നില്ല? റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഈസ് റിമൈനിങ് ആസ് കോൺസ്റ്റൻറ്റ്. സോ വി ഹാവ് സീൻ ദാറ്റ് റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ. അല്ലേ, ഇത് ഡബിൾ ആക്കിയാലും റേറ്റിൽ എന്ത് വരുന്നില്ല? യാതൊരു മാറ്റവും വരുന്നില്ല. ഇപ്പോൾ റേറ്റിൽ യാതൊരു മാറ്റം വരുന്നില്ലെങ്കിൽ വാട്ട് ഷുഡ് ബി ദ വാല്യൂ ഫോർ എൻ? എ റേസ് ടു 0 ആവണം. അപ്പോഴാണ് നമ്മൾ എന്തെടുക്കുക? എ റേസ് ടു എക്സ് റേസ് ടു 0 എന്താ നമ്മൾ എടുക്കാറ്? എക്സ്. അതേപോലെ തന്നെ എ റേസ് ടു 0 ആവണം. സോ ഇൻ ദിസ് കേസ് വി ക്യാൻ സേ ദാറ്റ് വാട്ട് വിൽ ബി ദർ? സിൻസ് ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ റേറ്റ് ഓഫ് the reaction even when the concentration of A is doubled, what is that? The order of the reaction is 0. Similarly, taking this example, let us consider if the concentration of A is doubled. A യുടെ concentration double ചെയ്തപ്പോൾ what happens? The rate of the reaction also becomes double. What does it mean? That is rate equal to K A raised to 1. അല്ലേ, റേറ്റ് ഡബിൾ ആവണു എപ്പോൾ? when the concentration of A is also double. That means we can say that in this case what is the order of the reaction? The order of the reaction is 1. Similarly, let us take a third case. In this case the concentration of A is again doubled. Concentration of A is doubled. When the concentration of A is double, the rate of the reaction becomes എന്താണ്? 4 times. So rate law പ്രകാരം നമുക്ക് എങ്ങനെ represent ചെയ്യാം? Rate equal to K into what? Square. അപ്പോഴല്ലേ ഇത് ഡബിൾ ആക്കുമ്പോൾ റേറ്റ് എന്താവുള്ളൂ? 4 times ആവുള്ളൂ. So in this case we can say that therefore what is the order of the reaction? The order of the reaction is 2. So in all this case we are representing rate equal to K A raised to N, K A raised to 2. So what is this K? We have already said this K is what? It is the rate constant, or it is known as specific reaction rate. So if we take a general reaction, for example we are taking a general reaction A plus B gives what? Gives our product. So according to the rate law we have already seen how can we represent it. It can be represented A raised to X
b raised to y. So, in this case, K. Now, if concentration of all the species in a rate law expression is unity, if concentration of all species in the rate law expression is unity. What do you mean by expression is unity? That means it is 1. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് എയും നമ്മുടെ എന്താണ് 1 ആണ്, കോൺസെൻട്രേഷൻ ഓഫ് ബിയും നമ്മുടെ 1 ആണ്. ചാൽ യു ക്യാൻ സീ ദാറ്റ് വാട്ട് ഹാപ്പൻസ്, the rate of the reaction becomes equal to what? It becomes equal to K. So we can say that, what is that? The rate of the reaction is equal to the specific reaction rate. What is K? It is the specific reaction rate, or it is the what? It is the rate constant. So rate of the reaction becomes equal to K when concentration of all the species in the rate law expression becomes equal to 1, or it becomes what? Unity. So now let us see what is the unit of K. The unit of K, our rate constant or specific reaction constant. We can say that the unit of K depends upon what? It depends upon the order of a reaction. It depends upon the order of the what? Reaction. So we have seen that, what is that? Rate of the reaction is equal to K, a raised to x, b raised to y. So we have to find out the unit of K. So we can represent it as the unit of K equal to rate of the reaction. It can also be represented with small r. Okay, rate of the reaction by what? Concentration of A and concentration of B. Now we know how we represent the rate of the reaction. Rate of the reaction എങ്ങനെ നമ്മൾ represent ചെയ്യാറ്? moles per liter second inverse. അല്ലേ, കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു റേറ്റ് ഓഫ് ദ റിയാക്ഷൻ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക? മോൾസ് പെർ ലിറ്റർ സെക്കൻഡ് ഇൻവേഴ്സ്. ഇനി ഇവിടെ നോക്കുക, എ പറയുന്നത് എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടൻ. കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടൻ ക്യാൻ ബി ഓൾസോ റെപ്രസെൻറ്റഡ് ആസ് വാട്ട്? മോൾസ് പെർ ലിറ്റർ raised to x, and for B it is moles per liter raised to y, or we can write it as moles per liter second inverse by x plus y. What is that? Moles per liter x plus y. Now what is this x plus y? It is the order of the reaction, so it can be represented as moles per liter second inverse by what? Moles per liter n. So from this we can write it as what? We can write it as moles per liter. What is that? Moles per liter. 1 minute. We can write it as moles per liter 1 minus n. What is that? Second one. This is the general, or it is the what? We can say that it is the rate constant for the nth order of a reaction. So for the rate constant for a nth order, namukku engane ezhudam? It can be written as moles per liter. What is that? 1 minus n second inverse, or we can write it as endana? Mole liter inverse 1 minus n second inverse. നമുക്കിനി ഇതൊന്ന് നോക്കാം. In the case of a first order reaction, നമുക്കറിയാം ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിലെ എന്നിൻ്റെ വാല്യൂ എന്തായിരിക്കും? ദ വാല്യൂ ഫോർ n വിൽ ബി 1. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1 minus 1. We can get it as mole liter inverse 1 minus, instead of n we can substitute as what? 1 second inverse. So for the first order reaction, the unit for K, the rate constant will be എന്തായിരിക്കും? It will be second inverse.
ഇനി അതേപോലെ നമ്മളൊരു സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണ് എടുക്കണം. ഫോർ എ സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ദ വാല്യൂ ഫോർ n എന്തായിരിക്കും? വാല്യൂ ഓഫ് n വിൽ ബി 2. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് മോൾ L minus 1. What is that? 1 minus 2 second inverse, or we will get it as the unit of rate constant for a second order reaction becomes what? It becomes mole minus 1 liter second inverse or S inverse. So similarly, you try to find out what will be the rate constant for a zero order reaction and what will be the rate constant for a what? For a third order reaction. അപ്പോൾ ഇത്രയും കേസിൽ നമ്മൾ പഠിച്ചു എന്താണ് ഓർഡർ ഓഫ് എ റിയാക്ഷൻ. അപ്പോൾ അതിൻ്റെ ഓർഡർ ഓഫ് എ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്താണ്? ദ ഫസ്റ്റ് വൺ, ഓർഡർ ഈസ് ഓൾവേസ് ഡിറ്റർമൈൻഡ് ഹൗ? ഇറ്റ് ഈസ് ഓൾവേസ് determined experimentally. The value for order of a reaction can be 0, it can be 1, it can be positive, it can be negative, or even it can be what? It can be also fractional in nature. ഇനി അടുത്തൊരു പോയിന്റ് ഓർത്ത് വെക്കേണ്ടത്, നമുക്കൊരു റിയാക്ഷൻ വെച്ചിട്ട് തന്നെ നോക്കാം. ഫോർ എക്സാമ്പിൾ, വി ആർ ഗിവൻ എ റിയാക്ഷൻ A plus 2B gives what? It gives C. So here the rate of the reaction is given as it is directly proportional to the concentration of A, it is directly proportional to the concentration of B, and in this case we are also taking the concentration of product also, and the order has been given as 1, it has been given as 2, and for C it has been given as 1. അപ്പോൾ നമ്മൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം എന്താണ്? എയുടെ കോൺസെൻട്രേഷൻ സ്റ്റോഷിയോമെട്രിക് കോഫിഷ്യൻറ്റ് 1 ആണ്, ബിയുടെ സ്റ്റോഷിയോമെട്രിക് 2 ആണ്, സിയുടെ 1 ആണ്. അപ്പോൾ ഇവിടെ ഓർഡർ നമ്മൾ സ്റ്റോഷിയോമെട്രിക് കോഫിഷ്യൻറ്റ് നോക്കിയിട്ടാണോ എഴുതിയിരിക്കുന്നത്? ഒരിക്കലുമല്ല. ഇങ്ങനെ വന്നാലും നമ്മൾ ഓർത്ത് വെക്കണം, വാട്ട് ഈസ് ദാറ്റ്? ദർ ഈസ് നോ റിലേഷൻ ബിറ്റ്വീൻ വാട്ട്? ദർ ഈസ് നോ റിലേഷൻ ബിറ്റ്വീൻ order of a reaction, order of a reaction and what? And the stoichiometric coefficient. ഇങ്ങനെ വന്നാലും എന്തായിരിക്കില്ല? അത് കോയിൻസിഡൻസ് ആയിരിക്കും. ദർ ഈസ് എന്തില്ല? നോ റിലേഷൻ ബിറ്റ്വീൻ ദ ഓർഡർ ഓഫ് എ റിയാക്ഷൻ ആൻഡ് ഏതാണ്? സ്റ്റോഷിയോമെട്രിക് കോഫിഷ്യൻറ്റ്. അപ്പം നമ്മൾ ഈ വീഡിയോയിൽ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജനറലി ഓർഡർ ഓഫ് എ റിയാക്ഷൻ സ്റ്റോഷിയോമെട്രിക് കോഫിഷ്യൻറ്റ് വെച്ച് നമ്മൾ എവിടെയാണ് പൊതുവേ നോക്കാറ്? In the case of elementary reaction ആയിരുന്നു. എലിമെൻ്ററി റിയാക്ഷൻ പറയുമ്പോൾ ദ റിയാക്ഷൻ വിച്ച് ടേക്സ് പ്ലേസ് ഇൻ എന്താണ്? 1 സ്റ്റെപ്പ്. പക്ഷേ ഇൻ ദ കേസ് ഓഫ് കോംപ്ലെക്സ് സ്റ്റെപ്പ് ഈ ഓർഡർ ഓഫ് എ റിയാക്ഷൻ എക്സ്പെരിമെൻ്റലി ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി ലോ ഓഫ് മാസ് ആക്ഷൻ ഈസ് നോട്ട് ആപ്ലിക്കബിൾ എന്ന് വന്നത് എന്താണ്? ഇൻ ദ കേസ് ഓഫ് എ കോംപ്ലെക്സ് റിയാക്ഷൻ. കോംപ്ലെക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ റിയാക്ഷൻ വിച്ച് ടേക്സ് പ്ലേസ് ഇൻ മോർ ദാൻ 1 സ്റ്റെപ്പ്. ഇൻ മോർ ദാൻ 1 സ്റ്റെപ്പ്. 2 or 3 സ്റ്റെപ്പിൽ നടക്കണ അല്ലെങ്കിൽ ഒന്നിനെക്കാട്ടിലും അധികം സ്റ്റെപ്സിൽ നടക്കണ റിയാക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? കോംപ്ലെക്സ് റിയാക്ഷൻസിന് പറയുക. സോ ലെറ്റ് us see, നമുക്കൊരു ചെറിയ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന ഒരു ചോദ്യത്തിൽ ഒരു റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റ് ഈസ് ഗിവൺ ആസ് the rate constant for the reaction is given as 0.4 mole minus 2 L square S minus 1. ഇതാണ് റേറ്റ് കോൺസ്റ്റൻറ്റ് തന്നിരിക്കുന്നത്. നമ്മുടെ ചോദ്യമാണ് ഫൈൻഡ് ഔട്ട് ദ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ. വാട്ട് വിൽ ബി ദ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ if the concentration for the rate constant is given. എങ്ങനെ നമുക്ക് ഓർഡർ ഓഫ് ദ റിയാക്ഷൻ കണ്ടുപിടിക്കാം? ബൈ സിംപ്ലി ലുക്കിംഗ് അറ്റ് ദ യൂണിറ്റ്സ് നമുക്ക് ഓർഡർ ഓഫ് ദ റിയാക്ഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, റേറ്റ് ലോ, ഓർഡർ ഓഫ് ദ റിയാക്ഷൻ, ലോ ഓഫ് മാസ് ആക്ഷൻ, what do you mean by rate constant, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.